ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഉമ്മക്ക് തീരെ വയ്യ കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ എനിക്ക് കോൾ വരുന്നുണ്ട്, അതൊന്ന് റിസീവ് ചെയ്യണം. ഹലോ, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫോൺ വന്നതല്ലേ, പറഞ്ഞില്ലേ. അപ്പോൾ അവർ പറയുന്ന നീ അത്ര ദൂരം കുട്ടികളുടെ സ്കൂളിലാക്കിയിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്ക് ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യും, ജനപ്രിയ ഇന്നലെ പോയി ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യുക. അതാണെങ്കിൽ അടുത്താവല്ലോ, ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കാം, അതാ പ്ലാൻ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ജനപ്രിയ പോകാമെന്ന് പ്ലാൻ ഇടുന്നു. നല്ല ഹോസ്പിറ്റലാണ് ജനപ്രിയ ആണെങ്കിൽ. പക്ഷെ ഉമ്മൻ്റെ ഡോക്ടർ വരുമ്പോൾ വൈകുന്നേരം ആവുമെന്നുള്ളത്. കോൾ വേറെ വരുന്നുണ്ട്. ಹಲೋ, ನಾನು ಕಂಕನಾಡಿ ಗೇಟ್ ಬಿಲ್ಡಿಂಗ್ ರೋಡ್ ಅಡ್ಮಿಟ್ ಹಾಕೊಂಡಿರ್ಸಿದ್ದೆ. അവിടെ ദൂരം അവിടെ അല്ലേ, അതിക്ക് ജനപ്രിയಗೆ പോവാಂತ. ജനപ്രിയ ഡോക്ടർ ഉമ്മ ಅಸರು 6 ಗಂಟೆಗೆ ಈ ಕಡೆ ಪೆಂದ ಹಾಕೊಂಡು ಚಂದಂಗೆ ನಂಗೆ ಪೊಯ್ತು ನಂದು ಮೂತ ಮಾಡಿ ಪಿಕ್ ಹಾಕೊಂಡು കല്ലടക്ക പിക്കാക്കിയിട്ട് പിന്നെ അവിടെ മെല്ലെ പോയിട്ട് ഒരു 3-3:30 മെയ് ബണ്ടിപ്പ. ഓക്കെ സರಿ. ഹൈലാൻഡ് വേണ്ട ഹൈലാൻഡ്, ജനപ്രിയ. ഓക്കെ, ഹൈലാൻഡ് ഉണ്ട് കൂടെ മക്കളാർ ജനപ്രിയ. പിന്നെ ഹൈലാൻഡിൽ എത്ര ഏതാ ഇവിടെ ജനപ്രിയ നല്ലുണ്ട് ഡോക്ടർ സർവീസ് ಎಲ್ಲ. ಓಕೆ, ಅಚ್ಚು ತೊಟ್ಟೆ ಬಚ್ಚಿಗೆ ಅಡ್ಮಿಟ್ ಹಾಕಿ ಚೆಂದ. ಊಡ ಶುಗರ್ ಹೈ ಉಂಟು, 15 ಉಂಟು. ಶುಗರ್ ಹೈ ಉಂಡು, ಅದು ಅಡ್ಮಿಟ್ ಹಾಕೊಂಡು ಟ್ಯಾಂಗು ಅಡ್ಮಿಟ್ ಹಾಕೊಂಡದು ಕಂಟ್ರೋಲ್ കിട്ടുണ്ടായെങ്കിൽ. പിന്നെ ഊടണ്ട എനക്ക് മുട്ടറോ സ്കൂട്ടിൽ അങ്ങ് പോയിട്ട് മക്ക ഫുഡെല്ലാം അപ്പം കൊടുക്കലുണ്ട്. ഇങ്ങക്ക് ഔത്രങ്ങക്ക് മക്ക സ്കൂളുള്ളവർ മക്കളെ ഹ്ಯಾಂಡ್ಲಾಕೊಂಡು അങ്ങനെ ഹ್ಯಾಂಡ್ಲಾಕು കഷ്ടമാവും ദൂരം ಹೆಂಗೆ. മൂത്തമ്മയുടെ കുട്ടി എന്നിട്ട് പിന്നെ മൂത്തമ്മ കേസ് ರೋಡ ಇದು ಮೂತಮ್ಮರ ಕುಟ್ಟಿ ಬಂದಿಟ್ಟು ಎಂದ್ರ ಹಾಕ್ಕೊಂಡು ಮೂತಮ್ಮರ ಕುಟ್ಟಿ ಅಂದಿಟ್ಟು ಫುಡ್ಡು ಅದು ಇದುಂಟೆಲ್ಲ ಕೊಂಡಿಟ್ಟು അങ്ങനെ. അപ്പത്തെല്ലാം ഇവിടെ മുട്ട അവിടെ അല്ലേ ഉണ്ട് ജനപ്രിയ. ತುಂಬಿ ಹಾಸ್ಪಿಟಲ್ ಡಬಲ್ ಅಂಡ್ ಖಾಲಿ 4 26,000 ರೂಪಾಯಿ ಇಡು. നോമ്പുലന്നെ ഷുഗർ മാക്സിമം കൺട്രോൾ ആവുന്നത്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് നോമ്പിൽ ഷുഗർ കൂടുന്നതാണ്. ഏത് നിമിഷം നോക്കിയാലും പഞ്ചസാര ഇട്ട ജ്യൂസാണ്, ഏത് നിമിഷം നോക്കിയാലും. ഈ പ്രാവശ്യം പറയുന്നതാണ് ഞമ്മളെന്നെ കുടിക്കൂല. ഞങ്ങളെന്നെ ഒരാൾക്ക് ഷുഗർ വന്നാൽ ഒക്കെ സംസാരമാണ്, വാങ്ങാവുന്നുണ്ട്. ഞമ്മളെന്നെ കുടിക്കുന്നത് വേണ്ട, കുടിച്ചാലല്ലേ ഇവർ വലിയ ആൾക്കാരും കുടിക്കുന്നത് കൂടെ നിന്നിട്ട്. അപ്പോൾ ലെമൺ ജ്യൂസും എന്തെങ്കിലും മിൻറ്റ് ജ്യൂസ് അങ്ങനെ ചെയ്യുമല്ലോ, വിതൗട്ട് ഷുഗർ കേട്ടോ. ഷുഗർ ആഡ് ചെയ്യൂല. കുട്ടികൾക്കും വേണ്ട, എന്തെങ്കിലും ഫ്രൂട്ട്സും അങ്ങനെ കട്ട് ചെയ്യുക. ഒരു സംടൈം കുറച്ചായ ഇതൊക്കെ അങ്ങനെ ഡയറ്റ് ഫുഡ്, സൂപ്പ്, ചിക്കൻ സൂപ്പ് അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമല്ലോ, ചിക്കൻ സൂപ്പ്, ഉലുവ കഞ്ഞി, ജഗ്ഗരി വരെ ആഡ്. ഉമ്മക്ക് ജഗ്ഗരി ആഡൊക്കെ ചെയ്യൂല, കുട്ടികൾക്കാണെങ്കിൽ കുറച്ചെങ്കിലും ജഗ്ഗരി ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഉമ്മൻ്റെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹെൽത്ത് സൂക്ഷിക്കണം എപ്പോഴും പറയുന്നുണ്ട്, ഹെൽത്ത് സൂക്ഷിക്കുന്നു. കിട്ടിയത് മണ്ണ് മസന ജ്യൂസ്, മടക്ക ജ്യൂസ്, അത് ഇത് കുടിക്കുന്നത്. എന്താണ് സർബത്തൊക്കെ കുടിക്കൽ പറഞ്ഞാലും ഉമ്മക്ക് തിരിച്ചു പിടിക്കും.
അപ്പോൾ ഇത് അസുഖം വന്നപ്പോൾ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടാലും അവർ കുറച്ച് വീക്കായി പോകും. ഹെൽത്തിൽ പിന്നെ അവർക്ക് ഹെൽത്ത് ഇഷ്യൂ കൂടത്തേ ഉള്ളൂ. ആ സമയത്ത് കുറച്ച് നമ്മൾ സമാധാനപ്പെടുത്തല്ലാതെ വേറെ ചെയ്യണില്ല. ആലോചിക്കുമ്പോൾ ദേഷ്യം പിടിക്കും നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ. ഷുഗർ ഉണ്ടുമ്പോൾ മൈൻഡ് ആക്കുമെന്ന് പറഞ്ഞാൽ ചിരിക്കാണ്. അപ്പം വന്നപ്പോലെ പാടല്ലല്ലേ പഠിക്കുന്നേ. പേരക്ക, പപ്പായി, പൈനാപ്പിൾ ഇത്ര തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. പൈനാപ്പിളും കൂടുതൽ കഴിക്കാൻ പാടില്ല. കുറച്ച് ഡേറ്റ്സ് എന്ത് തിന്നൊക്കെ തീരാവാ. ഡേറ്റ്സ് ഒന്നും കഴിക്കാൻ പാടില്ല. ഡേറ്റ്സ് വളരെ ഷുഗറിന് ഇട്ട സാധനമാണ്. പറയുന്നില്ല ആൾക്ക് നല്ലതാണെന്ന്. ഷുഗർക്ക് ഡേറ്റ്സ് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടത്തേ ഉള്ളൂ. പിന്നെ മറ്റേ ഡേറ്റ്സ്, ബനാന ഇതൊക്കെ, പിന്നെ റൈസ് ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ആക്കും. ഇങ്ങനെയാണ് നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ അങ്ങനെ തന്നെ. നമ്മൾ 6 മണിക്കൂർ ഈവനിങ് ടൈമിൽ ഫുഡ് കഴിച്ച് പറഞ്ഞാൽ യാതൊരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, ഇത് രാത്രി ഉറങ്ങുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ചോറ് കഴിക്കുക, ജ്യൂസ് കഴിക്കുക, കുടിക്കുക. നമ്മൾ ഏജ് വരല്ലേ, ചെറിയ കുട്ടികളൊന്നല്ലല്ലോ. Timing 100. Okay, sir. Timing 500, sir. Okay. Timing 500. 100. കൊണ്ടുവരാൻ വെച്ചു. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടോ. സംടൈംസ് ഫുള്ള് മൈൻഡ് ബ്ലാങ്ക് ആണ് എൻ്റെത്. ഇല്ലാതെ പറയുന്നത് ഓരോ ഡേയ്സ് കിലോമോ ഇവിടെ 3000 സംതിങ് ആണ് ഇപ്പം ഗോൾഡ്. ആൾക്കാരോട് സംസാരിച്ചിട്ട് അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഫുള്ളാണ്. പിന്നെ അവാർഡ് എണിപ്പിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. സോ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആയി നോക്കാം. അവൾക്ക് സമയത്ത് തന്നെ ചെന്നല്ലവാ ബിസിയാക്കി മൊബൈലെത്തുന്നേ. ഇതാ മൊബൈൽ, അയ്യോ ഗെയിംസ് കളിച്ച് ടെൻഷൻ ആയി കണ്ട്. അങ്ങനെ പേഷ്യൻ്റ് മലക്കറി വിട്ടിട്ട് വീശിയെല്ലാം കൊണ്ടുപോകാൻ നോക്കായാലും സമ്മതിക്കുന്നില്ല കേട്ടോ. സുഖമില്ലാത്ത ചിരിച്ചുകൊണ്ടേയിരിക്കും. ഇതെല്ലാം സീരിയസ് എടുക്കണ്ടേ. ഇവിടെ ഉമ്മ ഇരിപ്പിക്ക് ലിഫ്റ്റാണ് വെയിറ്റ് ആക്കുന്നത്. പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൂം ഫെസിലിറ്റീസ് അറിയില്ല ഉമ്മടെ ഇതെന്തോ റൂമാവാ. ഡോക്ടർ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ട് വന്നിട്ട് ഷിഫ്റ്റ് മണ്ട് ഇതിങ്ങനെ ഒരു ഡൈനിങ് സെറ്റാണ്ട് ഗോൾഡ് റൂമാണ് കേട്ടോ ഇത്. ഇവിടുന്ന് ജനപ്രിയ ഹോസ്പിറ്റലിൽ നിന്നാ ഇങ്ങനെയാണ് ഫെസിലിറ്റീസ്. TV ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ. ഞാൻ 2 ദിവസം അഡ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്. കാരണം ഇവിടെ വേറെ റൂമൊന്നും അവൈലബിൾ ഇല്ല. ഗോൾഡ് തന്നെ അടിക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ ഗോൾഡ് റൂം എടുത്തു. അറിയില്ല കേട്ടോ എന്താവുന്നുള്ളത്. നമ്മളിവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് ഇൻഫ്ലുവൻസിലൂടെയാണ് വന്നത്. നോക്കാം. കാരണം ഒരു ഡേയ്സിക്ക് ഇത്രയ്ക്ക് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ വന്നു. സോ ഓക്കെ ഇത് പറഞ്ഞോ. അതുകൊണ്ട് ചെറുക്കിന് വെച്ചിട്ടാണ് ಅದಕ್ಕೆ ಇದೇ ಇಟ್ಟ ಬಂದರೆ ಆರಪ್ಪ കേട്ടോ. ഏത് എൻട്രൻസ് ഏതുണ്ട് ഒന്നും അറിയില്ല. ഫസ്റ്റ് ടൈം വരുന്നതല്ലേ. അങ്ങനെ ഞാൻ പോകുന്നു ഫുഡ് വാങ്ങാൻ പുറത്തുനിന്നല്ലേ പോകണമെന്നില്ല കേട്ടോ. 700 കോൾ വിളിച്ചാൽ ഓർഡർ ചെയ്യട്ടെ. ഭയങ്കര ചായ പോയിട്ട് മറന്നു കൊണ്ടുവരുന്നത്. പിന്നെ വിചാരിച്ച് കുട്ടികളെ കൂട്ടി വരണോ വേണ്ടേന്ന് ആലോചിക്കാനാണ്. പിന്നെ വീട്ടിൽ പോകണം, ഒന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. അവർക്ക് ഹോട്ടൽ ഫുഡ് നടക്കില്ല, വീട്ടിലത്തെ ഫുഡ് വേണമെന്നാണ് പറയുന്നത്. സോ വീട്ടിൽ പോയിട്ട് ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് വരാം. ഞാൻ ചോദിക്കണം കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അറിയില്ലല്ലോ, നിങ്ങൾ വെരിഫിക്കാൻ വേണ്ടി വന്നിട്ടോ.
സോ എനിക്ക് ഫുള്ള് മൈൻഡ് ബ്ലാങ്ക് ആണ് ഗ്യാസ്, ഒന്നും അതിലൊക്കെ പോകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഒറ്റക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം പിടിക്കലും പറ്റുന്നില്ല എനിക്ക്. അതല്ലേ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ. നാടെടുക്കാന്ന് മറ്റത് പറഞ്ഞപ്പോൾ ചായ മൂത്തമ്മ ചായ കുടിക്കും. അല്ല നീ തിണ്ടിട്ട് ആരാണ്ടി തിണ്ടിട്ട് ആരാണ്ടി ഹലോ ഫുഡുണ്ടല്ലേ മൂത്തവ ചായ മൂത്തവ ചായ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും ആക്കാൻ വേണ്ടി വേഗം ഓടുന്നു. സോ അവരൊന്ന് പിക്ക് ചെയ്യണം. രാത്രി 8 മണിക്ക് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡ്രൈവിങ്ങിൽ ഭയങ്കര ക്രേസാണ്. പ്രാക്ടീസ് ആയപ്പോൾ മാവല്ലോ വീട്ടിലേക്ക് പോകുമ്പോൾ. ഞാനും കുട്ടികൾ ഇപ്പോൾ രാത്രി പോകുന്നു. അവിടെ ഡോക്ടർ വിളിച്ചുകൊണ്ടിരിക്കുന്നു അത്ര. അത് കൊടുക്കണം ഇത് കൊടുക്കണം. ഞാൻ വരുമ്പോൾ തന്നെ ചോദിച്ചതാണ് അവരോട്, നിങ്ങൾക്ക് ഫുഡ് എന്തെങ്കിലും അല്ലോ എന്തെങ്കിലും മറന്ന് വേണമെന്ന്. അപ്പോൾ അവർ 3-4 ലിസ്റ്റെല്ലാം തന്നെ ഞാൻ വാങ്ങിക്കൊടുത്തു വന്നതാണ്. അപ്പോൾ വീണ്ടും പറയുന്നത് അത് വേണം ഇത് വേണമെന്ന്. പിന്നെ എൻ്റെ മൂത്തമുണ്ട്. മൂത്ത മീൻസ് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി. പക്ഷെ അവർക്കൊന്നും അതൊന്നും മനസ്സിലാവില്ല എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ. അപ്പം എൻ്റെ മോണ്ടൊന്ന് റെഡിയാക്കണമെങ്കിൽ വല്ലാത്തൊരു പാടാണ് കേട്ടോ. വന്നിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒന്നും പറ്റത്തില്ല. കാരണം വന്ന് തന്നെ ലേറ്റായിട്ടാണ്. കണ്ടില്ലേ ഇങ്ങനെ ഇത് ഞാനെല്ലാം ചെയ്ത് കൊടുക്കണം. മൊബൈൽ അഡിക്ഷനാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാം കാലടിക്ക് കൊണ്ടേ ചെയ്യണം. എനിക്കിത് എൻ്റെ കണ്ണെല്ലാം കണ്ടില്ല എത്ര ടയർഡാണെന്നുള്ളത്. ഒന്നും വല്ല ബെഡിൽ വീലാന്ന് തോന്നുന്നത്. മക കാണിക്കടാ കണ്ടില്ലേ. നമ്മൾ വരും ഇങ്ങോട്ടാ. ഗ്രാമക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് ഫുഡെല്ലാം കൊടുത്ത് വരും. അല്ല ഇന്ന് രാവിലെ തന്നെ രാത്രി തന്നെ വരും. വന്നിട്ട് നേരെ വറങ്ങണട്ടാ. ഇത് നോക്ക് മൊബൈൽ അഡിക്ഷൻ. പിന്നെ ഫുഡ് ഹോട്ടലാണ് വാങ്ങിയത്. പിന്നെ ഈ ബാഗിൽ പ്ലേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പ്ലേറ്റൊക്കെ ഉണ്ട് ബാഗിൽ. പ്ലേറ്റൊക്കെ ഇരിക്കാൻ ഗൈസ്. കാറിന് വെയിറ്റ് ചെയ്യാം. വരുന്നുണ്ട്. താഴെ നിന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഇതാ ലിഫ്റ്റ് വാ. ഈ ലിഫ്റ്റാണ് ഇത്. പ്രസ്സാക്ക്
ആ മാപ്പ് തേർഡ് കാണും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഹോട്ടൽ ഫുഡൊന്ന് കൊണ്ടുവന്നു. കാറിലാണ് വന്നത്. ഓ മൊയ്സ് എന്താക്കുന്ന? കോപ്പി ആക്കുന്ന, ഹാർട്ട് കോപ്പി ആക്കുന്ന മൊയ്സ്. സൂപ്പറാ. നിക്ക് വെയിറ്റ് ആക്ക്. മൊയ്സ് സൗണ്ടെല്ലാം ഇടരുത്. അവിടെ ഹോസ്പിറ്റലാണ്, ഇഞ്ചക്ഷൻ കൊടുക്കാൻ വരും കേട്ടാ. സൗണ്ട് ആക്കരുത്. എനിക്ക് എപ്പോൾ പോയിട്ട് ബെഡിൽ വീലാണ് അയക്കുന്നത്. അത്ര ടയർഡ് അയക്കണം കഴിച്ച്. പിന്നെ മൂത്തമ്മക്ക് പിണ്ടി അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. ഉമ്മാക്ക് ഇന്ന് ഓർഡർ ഇവിടെ തന്നെ ചെയ്യണം, ഫുഡ് ഓർഡർ. ഓ മുന്നോട്ട് പോയിക്കോ. ലാസ്റ്റ് കേട്ടോ, ലാസ്റ്റില. ബാ മുന്നോട്ട് പോയിക്കോ. കുട്ടികൾ ഷോക്കാവണം. ഗ്രാൻഡ് മാൻ എന്തിനാണ് ഇവിടെ കൂട്ടി വന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ചെറിയ മോൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇഞ്ചക്ഷനൊക്കെ കുത്തുന്നത് നോക്കിയിട്ട് ഭയങ്കര എപ്പോഴായിരിക്കും. അപ്പോൾ പോയിട്ട് ഫുഡ് ഓർഡർ ആക്കണം ഉമ്മക്ക്, നമുക്കും ഓക്കെ. ഓരോ പെട്ടി വലിച്ച് വരാണ്. പോയിച്ചു മുൻപോട്ട് ലാസ്റ്റ് റൂം കൊണ്ടാണ്. ഇത് 316. മെല്ലെ നിൽക്കി നോക്കൂ. Number 316. ലേറ്റാണ്. Come cacchetta? Come cacchetta? നിക്ക് സബ്രക്ക് മൂത്ത മാത്രം ട്രെൻഡാണ്. ദളിതൊക്കെ പാടില്ല. Assalamualaikum, itu മിഗ്ഗുവാണ്. പിന്നെ ഓതോടെ മിഗ്ഗു ജ്യൂസ് പിടിക്കുന്നേ. ഓതോടെ മിഗ്ഗു ഇത് കണ്ട അത് 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 What's your bag? ായിട്ട് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കുട്ടികളായിട്ട് ചിരിക്കുന്നു. അങ്ങനെയൊക്കെ കാണുന്നു.